ചെയ്തിട്ടുള്ളത്. നമ്മൾ എന്തായാലും പേരാവൂരിന്റെ വിശേഷങ്ങളിലേക്ക് തിരിച്ചു പോവുകയാണ്. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ പ്രിയങ്ക ഗാന്ധിയുടെ ഒരു കോർണർ യോഗം അല്പം മുമ്പാണ് ഇവിടെ അവസാനിച്ചത്. എന്തായാലും ഹാഷ്മി മുമ്പ് പറഞ്ഞതുപോലെ ഇത്തവണ ഈ മണ്ഡലത്തെ സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിക്കുന്ന മണ്ഡലമാക്കി മാറ്റുന്നത് സണ്ണി ജോസഫ്, കെ ശൈലജ നേർക്കുനേർ പോരാട്ടം എന്ന നിലയിൽ തന്നെയാണ്. നോക്കാം പേരാവൂരിന്റെ രാഷ്ട്രീയ വിശേഷങ്ങൾ. അപ്പോൾ പേരാവൂരിന്റെ രാഷ്ട്രീയ വിശേഷങ്ങളിലേക്കും ചൂടിലേക്കൊക്കെ വരാം. അതിനു മുൻപ് ഞാനൊരു കുഞ്ഞ് അതിഥിയെ പരിചയപ്പെടുത്തി തരാം. ഒരുപാട് നേരമായി നമ്മൾ പ്രേക്ഷകർക്ക് കാണിച്ചു തരാനായി ആളെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. ഒരു കുഞ്ഞ് ഇന്ദിരാഗാന്ധിയാണ്. ഹലോ, പ്രിയങ്ക ഗാന്ധിക്ക് പൂവൊക്കെ കൊടുത്തല്ലേ? പറഞ്ഞോ, പൂ കൊടുത്തോ? ആർക്കാ പൂ കൊടുത്തത്? പറയ്, കുഞ്ഞിന്റെ പേരെന്താ? മറിയം. മറിയത്തിന് ആരെ ഇങ്ങനെയൊക്കെ ഒരുക്കി തന്നത്? ഉമ്മയാണോ സാരി കൊടുപ്പിച്ചത്? ഓക്കെ. എന്തായാലും മറിയം ഒരുപാട് സമയം ഇവിടെ കാത്തു നിന്നിട്ടാണ് പ്രിയങ്ക ഗാന്ധി കാണാൻ സാധിച്ചത്. ഒരു പൂവൊക്കെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ മണ്ഡലത്തിൽ തന്നെ ആളുകളാണല്ലേ? അതെ, എന്താണ് മണ്ഡലത്തിന്റെ ഒരു പ്രതീക്ഷ? എങ്ങനെയാണ് പ്രതീക്ഷ? സണ്ണി ജോസഫിന്റെ ഒരു വിജയം തന്നെയാണ്, പൂർണ്ണ 100% വിജയം. അതുപോലെ നമ്മുടെ UDF ഭരണം വരും എന്നുള്ള വി.ഡി. സതീശൻ സാറ് പറയുന്നത് പോലെ 100-ൽ മുകളിൽ സീറ്റ് ഉറപ്പിച്ച് നമ്മൾ ഒരു... അതെ, ഇത്തവണ ഈ മണ്ഡലത്തിൽ പേരാവൂരിൽ ഒരു അതിശക്തമായ മത്സരമുണ്ടോ? ശൈലജ ടീച്ചർ വരുന്നതോടുകൂടി അതിശക്തമായ മത്സരമുണ്ട് എന്നാണ് മറ്റുള്ളവർ പറയുന്നത്. നമ്മൾ അറിയുന്നുള്ള സണ്ണി ജോസഫ് സാറിനെ അറിയുന്നിടത്തോളം, നമ്മളൊക്കെ ഒരു സാധാരണക്കാരാണ്, നമുക്കൊക്കെ അറിയുന്നിടത്തോളം ഇവിടുത്തെ വികസനവും സാറുമായുള്ള ബന്ധവും എല്ലാ സാധാരണക്കാരുമായുള്ള ബന്ധവും വെച്ച് സണ്ണി ജോസഫ് വളരെ ഈസിയായി ജയിക്കുന്നു. ഓക്കെ, ഇവരൊക്കെ പ്രിയങ്ക ഗാന്ധിയുടെ പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുന്ന ആളുകൾ കൂടിയാണ്. അപ്പോൾ അങ്ങനെയാണ് പേരാവൂരിന്റെ ഒരു രാഷ്ട്രീയ ചിത്രം. നമുക്ക് മറ്റ് ചില ആളുകൾ കൂടി പ്രതികരണങ്ങൾ തേടാം. എന്തായാലും UDF സിറ്റിംഗ് സീറ്റാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ, കഴിഞ്ഞ തവണകളിലൊക്കെ സണ്ണി ജോസഫ് തന്നെ ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലവുമാണ്. പക്ഷേ ഇത്തവണ ശൈലജ ടീച്ചർ എത്തുന്നതോട് കൂടിയാണ് ഒരു വലിയ രാഷ്ട്രീയ ആകാംക്ഷ ഈ മണ്ഡലത്തിൽ ഉണ്ടാകുന്നത്. നിങ്ങളൊക്കെ ഈ മണ്ഡലത്തിലെ വോട്ടർമാരാണോ? സ്റ്റാഫാണ്. അതെ, വോട്ടറാണ്. അതെ. എന്താ പ്രതീക്ഷ? സണ്ണി ജോസഫ് തന്നെയാണ്. ശൈലജ ടീച്ചർ എതിർ സ്ഥാനാർത്ഥി വന്നാലും ഒരു കോട്ടോ സംഭവിക്കും? ഒരു ഇതുമില്ല. UDF ഉറച്ച കോട്ടയാണോ? UDF ഉറച്ച കോട്ടയാണ്. അപ്പോൾ ഭരണം എങ്ങനെയാണ്, മാറുമോ? അതോ ഭരണം മാറുമ്പോ എങ്ങനെയാ? 100+ ആണോ അതോ സീറ്റുകളുടെ പ്രതീക്ഷ എങ്ങനെയാണ്? എന്താണ് ഭരണം മാറുന്നുള്ള വലിയ പ്രതീക്ഷ? 10 വർഷം കൊണ്ട് അവരെന്താ ഉണ്ടാക്കിയത്? പുതിയൊരു പദ്ധതി, പറയാൻ പറ്റുന്ന പദ്ധതി. കേരളത്തിന് കുറ്റിയിട്ടല്ല വേറെ ഒരു ചെയ്തിട്ടില്ലല്ലോ. അതല്ലേ ഉള്ളൂ, വേറെ അവർക്ക് പറയാൻ പറ്റുന്ന പദ്ധതി വേറെ ഒന്നുമില്ല. ബാക്കിയെല്ലാം ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടാക്കിയതിന്റെ ബാക്കി മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒന്നുമില്ല. ഓക്കെ, എന്തായാലും ഇതാ ഇപ്പൊ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ഈ KSRTC സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉൾപ്പെടെ ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെയാണോ വലിയ പ്രതീക്ഷ? ഇന്ദിരാ ഗ്യാരണ്ടി 5 ഉണ്ടല്ലോ, അത് നടപ്പിലാക്കാം. നടപ്പിലാക്കിയ പദ്ധതിയാണ്, നടപ്പിലാക്കാം. 5 പദ്ധതികളും നടപ്പിലാക്കും കൃത്യമായി. ഓക്കെ. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് ഇവരെല്ലാവരും ഉള്ളത്. പേരാവൂരിൽ സണ്ണി ജോസഫ് തന്നെ തുടരുമെന്നുള്ളതാണ്. ഇതാ ഇവിടെ നമ്മുടെ പ്രതിനിധി അജേഷ് കൂടി ചേരുന്നുണ്ട്. അജേഷ്, സണ്ണി ജോസഫിന്റെ ഉറച്ചൊരു മണ്ഡലമായിരുന്നു, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇത്തവണ ശൈലജ ടീച്ചർ എത്തുന്നതോട് കൂടിയാണ് ഒരു വലിയ മത്സരത്തിലേക്ക് ഇവിടെ കാര്യങ്ങൾ മാറുന്നത്. പക്ഷേ എന്താണ് പൊതുവിലൊരു ഗ്രൗണ്ടിലെ സാഹചര്യം എങ്ങനെ ഫീൽ ചെയ്യുന്നു? ടൈറ്റ് മത്സരമാണ്. കാരണം ഈ 15 വർഷമായി സണ്ണി ജോസഫ് പ്രതിനിധീകരിക്കുന്ന മണ്ഡലമാണ്. സണ്ണി ജോസഫ് ആദ്യത്തെ വേണം ശൈലജ ടീച്ചർ മത്സരിച്ചത് ശൈലജ ടീച്ചറിനെതിരാണ്. അന്ന് ശൈലജ ടീച്ചറിനെ തോൽപ്പിച്ചു. പക്ഷേ 3000 ഭൂരിപക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2016 സണ്ണി ജോസഫ് മത്സരിച്ചപ്പോൾ ഏറ്റവും വലിയ ഭൂരിപക്ഷം കിട്ടുന്നത് 8000-ഓളം വോട്ടുണ്ടായിരുന്നു. പിന്നീട് ഭൂരിപക്ഷം കുറയുകയായിരുന്നു. അപ്പോൾ ഇത്തവണ ശൈലജ ടീച്ചർ വീണ്ടും എത്തുമ്പോൾ ആ പ്രതിച്ഛായ മാറ്റമുണ്ട്. ആരോഗ്യമന്ത്രി എന്ന നിലയിൽ വലിയ ജനകീയത ഉണ്ട്. സ്വാഭാവികമായിട്ടും വലിയൊരു മത്സരം തന്നെ പേരാവൂരിൽ നടക്കുന്നുണ്ട്. പക്ഷേ UDF ഒരു കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇരിട്ടി മുനിസിപ്പാലിറ്റി ഒഴികെയുള്ള ബാക്കി എല്ലാ പഞ്ചായത്തുകളും ഇപ്പോൾ UDF ഒപ്പമാണുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെയാണ് അവരുടെ ഒരു കോൺഫിഡൻസ്. മാത്രമല്ല സണ്ണി ജോസഫിന് ഇവിടെ വലിയ ജനകീയതയുണ്ട്. നാട്ടുകാരെല്ലാം വ്യക്തിപരമായിട്ട് നല്ല ബന്ധമുണ്ട്. സ്വാഭാവികമായിട്ടും അതൊക്കെ തന്നെ ആ വോട്ടായി മാറുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് UDF മറിച്ച് LDF ഒരു കരുതൽ എന്ന് പറയുമ്പോൾ മട്ടന്നൂർ പോലുള്ള തൊട്ടടുത്തൊരു മണ്ഡലം തന്നെയാണ്. അത് കഴിഞ്ഞ് നേരെ ഒരു 10 കിലോമീറ്റർ കഴിഞ്ഞ് ഇരിട്ടിയായി.
ഇരിട്ടി ഈ പേരാവൂർ മണ്ഡലത്തിന്റെ ഭാഗം വരുന്നത്. അപ്പോൾ ഈ സ്ഥലത്തൊക്കെ അറിയാവുന്ന ഒരാൾ കൂടിയാണ് ശൈല ടീച്ചർ. ശൈല ടീച്ചർ അത്രയും ജനകീയതയുള്ള ഒരാൾ ഈ മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ അതും വോട്ടായി മാറും എന്നുള്ളതാണ് അവരുടെ ഒരു കരുത്ത്. മാത്രമല്ല ഈ പ്രാദേശികമായിട്ട് ഈ ഇരിട്ടിയിലെ പേരാവൂർ മണ്ഡലത്തിലെ ചില സ്ഥലങ്ങളിൽ CPM വലിയ സ്വാധീനമുണ്ട്. ഈ അവരുടെ ജനകീയത ഒക്കെ വോട്ടായി മാറുമെന്നുള്ള അവർ കരുത്. BJPക്ക് വലിയ സ്വാധീനമില്ല. ഇവിടെ BDJ സ്ഥാനാർത്ഥിയാണ്. അവർക്ക് കഴിഞ്ഞ തവണയൊക്കെ 10,000-ൽ സംതിങ് വോട്ട് മാത്രമാണ് ഉള്ളത്. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ BJPക്ക് NDAക്ക് വലിയ കാര്യമായ സ്വാധീനമില്ലാത്തൊരു മണ്ഡലം. അപ്പോൾ LDF UDF പോരാട്ടമാണ്. അത് വലിയ ശക്തമായ പോരാട്ടം തന്നെയാണ്. ആര് വിജയിക്കുമെന്ന് ഒരു ഘട്ടത്തിൽ ഈ പ്രവചിക്കാൻ പറ്റാത്തൊരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്തായാലും അജീഷ് പറഞ്ഞതുപോലെ തന്നെ സണ്ണി ജോസഫിന്റെ സിറ്റിംഗ് സീറ്റാണ്. വലിയ ആത്മവിശ്വാസം UDF ഉണ്ടെങ്കിൽ പോലും ശൈലജ ടീച്ചറുടെ ജനകീയത അതൊക്കെ ഈ മണ്ഡലത്തിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും മുമ്പ് പറഞ്ഞതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ ഒരു കോർണർ യോഗം കഴിഞ്ഞ് അല്പസമയം മുമ്പാണ് പ്രിയങ്ക ഗാന്ധി ഇവിടുന്ന് മടങ്ങിപ്പോവുകയും ചെയ്തത്. പ്രിയങ്ക ഗാന്ധിയുടെ വരവ് മണ്ഡലത്തിൽ വലിയൊരു ഓളം ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നാളെയാണ് കൊട്ടിക്കലാശം. അപ്പോൾ ഈ അവസാന ദിവസങ്ങളിലുള്ള വരവ് വലിയ ഓളം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിശക്തമായ മത്സരം നടക്കുന്ന, പ്രവചനങ്ങൾക്ക് ഒരു സാധ്യതയും ഇല്ലാത്ത മണ്ഡലമായി മത്സരമായി പേരാവൂർ മാറുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. ഇതാ ഇവിടെ ഒരു ചേട്ടൻ കൂടിയുണ്ട്. അദ്ദേഹത്തിന്റെ കൂടി ഇത് പ്രതികരണം ചോദിക്കാമെന്ന് തോന്നുന്നു. ചേട്ടാ, ഈ മണ്ഡലമാണോ? ഈ മണ്ഡലത്തിൽ വോട്ടറാണോ? ഈ മണ്ഡലത്തിൽ വോട്ടർ എന്താണ് പ്രതീക്ഷ? ടീച്ചർ ജയിക്കും. ടീച്ചർ ജയിക്കും. ഇവിടെ എല്ലാവരും പറയുന്നത് സണ്ണി ജോസഫിന്റെ സിറ്റിംഗ് സീറ്റാണ്, ഒരു സംശയമില്ലെന്നാണല്ലോ. ചെറിയ വോട്ടിന് ജയിച്ചില്ലേ കഴിഞ്ഞ പ്രാവശ്യം? ചെറിയ വോട്ടിനല്ലേ വോട്ട്. ഇപ്രാവശ്യം അയാൾക്ക് തീരെ പോക്കാതെ സുധാറിന്റെ ആൾക്കാർ തിരിച്ചു ചെയ്യൂ. അങ്ങനെ ഒരുപാട് ഇതുണ്ട്. ടീച്ചറുടെ ജനകീയതയിൽ വലിയ പ്രതീക്ഷയുണ്ടോ? ഉറപ്പ്, നല്ല ജനകീയത. ടീച്ചർ പേരാവൂർ പിടിക്കും എന്നാണ് പറയുന്നത്. പേരാവൂർ പിടിക്കൂ. ഓക്കെ. അപ്പോൾ അതാ രണ്ട് പക്ഷത്തു നിന്നുള്ള അഭിപ്രായങ്ങളും വരുന്നുണ്ട്. എന്തായാലും അതിശക്തമായ മത്സരം നടക്കുന്ന പ്രവചനാതീതമായ സാഹചര്യത്തിലേക്ക് പേരാവൂർ മാറുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.